ഇന്ന് നമ്മൾ ചർച്ചിൽ ഒരാളെ കണ്ടില്ലേ? ദേ അവൻ നമ്മുടെ പുറകിലിരിപ്പുണ്ടാ. അവനെ ഞാനും കണ്ടു. കുറച്ച് മാറിക്കേ ചേട്ടോ, കുറച്ച് മാറിക്കേ. എന്തിനാണോ ഇത് കൊള്ള? അത് രാവിലെ മുതല് എന്തോ നെഞ്ചിൻ്റെ അകത്ത് വല്ലാത്തൊരു ഇടിപ്പ്. എന്താ കാരണം എന്നറിയാവോ? അത് വേറൊന്നുമല്ല, ഇന്നലെ അടിച്ച ബ്രാൻഡിന്റെ ആണ്. വായിൽ ഇത്തിരി മല്ലിട്ടാ മതി. പന്നിയിലേക്ക് വേറെ പണിയില്ലേ? അല്ല, നിങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് എങ്ങനെയാ പോകണ്ടേ? ഹോസ്പിറ്റലിലേക്ക് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ പോണം. താങ്ക്സ്. ചിരിക്കാൻ വേണ്ടി ഒന്നല്ലേ ഓട്ടാക്കണ്ണ. എവിടെയാണ് അയാള്? എവിടെയാണെന്ന് പറ. ചേച്ചി എന്റെ ചേട്ടൻ്റെ അടുത്തല്ല, പ്രേമത്തിന്റെ പുതിയ പ്രിന്റ് ഉണ്ട്. ഹലോ, ഹൗ ആർ യു? ചേച്ചി എനിക്ക് തോന്നണേ ഇവൻ ചേച്ചിനെ പഞ്ചാര അടിക്കണേന്നാണ്ടാ. നമുക്ക് കണ്ടിട്ടും കാണാത്ത പോലെ പോകാം. എനിക്കറിയാം അവിടെ, നീ മിണ്ടാതെ വാ. ഹലോ, എന്തൊക്കെയുണ്ട്? അത് പിന്നെ നിങ്ങളുടെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? ഓ, ഈ ഹോസ്പിറ്റലാണോ ജോലി? അല്ലല്ല, അടുത്തുള്ള ഇൻഫോ പാർക്കിലാണ്. തമാശ കൊള്ളാം, ഭയങ്കര. താങ്ക്സ് ചേച്ചി, വാ നമുക്ക് സമയമായി. വാട്ടാ. എടേ കുങ്ഫു പാണ്ട, ഡേവിഡിന് എങ്ങനെയുണ്ട്? ഡേവിഡിന് ആ കള്ള സൈഡ് കേസിൽ കുടുങ്ങി പോലീസ് അന്വേഷിച്ച് വീട്ടിൽ വന്നില്ലേ? ജൂലി എന്താ പറയുന്നത്? ചേച്ചി ഒറ്റൊരു നിമിഷം, എങ്ങോട്ട് പോവാ? ആ, എന്റെ പൊന്നുമോൾ ഇങ്ങോട്ട് വാടി. നിന്റെ ചേട്ടനല്ലേ ഡേവിഡ്? അതെ ചേട്ടാ. ഈ കള്ള സീഡിയൊക്കെ വിറ്റ് ഉപജീവനമാർഗം കഴിച്ചു കൂട്ടുന്ന. അതെ ചേട്ടാ, പ്ലീസ് ചേട്ടാ, ഒച്ച പറയില്ലേട്ടാ. ഇപ്പോഴും ജയിലിൽ തന്നെയല്ലേ? ഇവിടേക്ക് അറിഞ്ഞാണ്ടല്ലോ, ആകെ നാറും ചേട്ടാ. പ്ലീസ്. കപ്പളങ്ങ പഴുത്ത മോന്ത വെച്ച് കളിയാക്കുന്നല്ലേ? രണ്ട് തന്നാണ്ടല്ലോ. നാളെ എങ്ങോട്ടാ പോകുന്നേ? എവിടെയും പോണില്ലല്ലോ. എങ്ങോട്ട് പോണോന്ന് പറഞ്ഞാൽ മതി, അങ്ങോട്ട് പോയിക്കോളാം. ആ ആട്ടെ, നിങ്ങൾ എവിടെ പോണോന്ന് നാളെ ഫോണിൽ പറയാം. എന്നാ വരട്ടെ. ഓ, കാണാം ചേട്ടാ. ആരാ വേണ്ടേ? കർണനുണ്ടോ? നിക്ക്, ഞാൻ വിളിക്കാം. ചേട്ടാ, ഇവനല്ലേ ഇത്? എന്തിനാ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്? ജസ്റ്റ് ഫോർ എ ചേഞ്ച്. ഹായ്, വാട്ട് എ സർപ്രൈസ്. തീം പാർക്ക് കാണാൻ വന്നാണല്ലേ? അല്ല, ഇവിടെ ഒരു ഗണപതി അമ്പലം ഉണ്ട്, ഒന്ന് തൊഴാൻ വേണ്ടി ഇങ്ങോട്ട് ഇറങ്ങിയതാ. വീക്ക് ഡേയ്സ് മുഴുവനും നമുക്ക് ഒരുപാട് പണികളല്ലേ. ഞായറാഴ്ചയെങ്കിലും ഒന്ന് ചുറ്റിക്കറങ്ങി കാണണ്ടേ? എന്താ ചേട്ടാ? ഹലോ, ഈ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇതെന്തൊരു ചോദ്യാ ചോദിച്ചേ? വിദ്യാസാഗർ സാറിന്റെ വലിയ ഫാനല്ല ഞാൻ. ഇപ്പോഴൊന്നും ഇതുപോലത്തെ മ്യൂസിക് ഡയറക്ടേഴ്സ് ഇല്ല. എനിക്കും അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടമാണ്. എന്റെ കൂട്ടുകാരികളോട് പറഞ്ഞ കളിയാക്കും. അവർക്ക് ഇതിനെ കുറിച്ച് എന്തറിയാനാ? ഈ ജയറാമിന്റെ പടത്തില് ഒരു പാട്ടില്ലേ, മറക്കുടയാൽ മുഖം മറയ്ക്കും. അതെ, ആ പാട്ട് ഇളയരാജയുടേതാ. അല്ല, അതുപോലെ തന്നെ ഈ പടത്തില് അങ്ങനെ പാട്ടുണ്ട്. പൂവി പൂവി അത് തന്നെ, അത് തന്നെ. ആ പാട്ട് കേൾക്കാതെ എനിക്ക് ഉറക്കം വരില്ല. എനിക്കെന്തോ അദ്ദേഹത്തിന്റെ പാട്ട് കേൾക്കുമ്പോ എന്റെ അമ്മയുടെ മടിയിൽ കിടന്ന് ഉറങ്ങുന്ന പോലെ തോന്നും. എനിക്ക് അങ്ങനൊരു ഫീലിംഗ് ഉണ്ടായിട്ടില്ല. അതെന്താ? എനിക്ക് അമ്മയില്ല. കുട്ടിക്കാലത്തിലെ അമ്മ. ഐ സോറി. അല്ല, എനിക്ക് അങ്ങേരുടെ പാട്ട് കേൾക്കുമ്പോ അങ്ങേരുടെ മടി കിടക്കുന്ന പോലെ തോന്നും. അതേന്താ ഞാൻ പറയുന്നത് നേരാ? നിങ്ങൾക്ക് ഇതൊക്കെ തമാശയായിട്ട് തോന്നും. തകർത്തട്ട. എടേ, ഇത് ആരുടെ? ഇത് റെഡ്ഡി അണ്ണന്റെ പേരല്ലേ? ആരടാ ഈ മാസ്? അറിയില്ല ചേട്ടാ. ചേച്ചി എന്താ ചേച്ചി എന്തിനെങ്ങനെ മുഖം വെറുപ്പിക്കണേ? വെറും 3.5 ലക്ഷം അല്ലേ? ഇറ്റ്സ് നോട്ട് ഗോണ ബി എ പ്രോബ്ലം. കം ഓൺ, ചിയർ അപ്പ് ചേച്ചി. ഹായ് മാലിനി, ഐ എം മസ്. എനിക്കിത് പറഞ്ഞു തരൂ. നീ അതീവ സുന്ദരിയാ. ഇവിടെ ഈ പ്രദേശത്ത് ഞാനിതുവരെ ഇങ്ങനത്തെ ഒരു സൗന്ദര്യം കണ്ടിട്ടില്ല. ഐ മീൻ ലവ് വിത്ത് യു. മാസേ, ഇത് നീ കുറെ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാ. പുതിയ എന്തെങ്കിലും ട്രൈ ചെയ്യടാ. അങ്ങനെയാണോ? ആ, എന്നാൽ നേരിട്ട് അങ്ങോട്ട് പോയി പെട്ടെന്ന് വായിലെന്താ വരുന്ന എപ്പോഴും നേരിട്ട് പറഞ്ഞ് വളർത്തെടുക്കാം. അതാ നല്ലത്. നമസ്കാരമുണ്ടേ. ഹലോ. ഹലോ. എന്തോ ഒരു വല്ലായ്മ പോലെ. ഹേ, അങ്ങനെയൊന്നുമില്ലല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
അതൊന്നുമല്ലേടെ ഇന്നലെ എന്താണ് സംഭവിച്ചെന്ന് വെച്ചാ എന്താ എന്ത് പറ്റി? ആരെങ്കിലും കളിയാക്കിയോ? ബസ്സിൽ വെച്ച് എന്തെങ്കിലും? നിങ്ങളുടെ കവലയില് അല്ലെങ്കിൽ വീട്ടില് പറഞ്ഞോ? ആരാണെങ്കിലും ഞാൻ പൊക്കിയാക്കാം. ഏയ് അങ്ങനെയൊന്നുമില്ല, ഒരു പ്രശ്നമില്ല. പിന്നെന്താ ഇങ്ങനെ ഡള്ളായിട്ടിരിക്കുന്നത്? എടി ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് സംസാരിച്ചിട്ട് വരാം. സൺലൈറ്റിന്റെ ബാക്ക് സൈഡാ. എടാ ഇങ്ങോട്ട് വന്നേ. എന്തായാലും പ്രശ്നം? ഓപ്പറേഷൻ ചെയ്തപ്പോ വാച്ച് എന്തെങ്കിലും അകത്ത് വെച്ച് കുത്തിക്കെട്ടിയോ? എന്താണ് വാളിപ്പിടിക്കണ? പോടാ, അങ്ങോട്ട് മാറി നിൽക്കി. ഞാൻ സംസാരിച്ചിട്ട് വരാം. കയ്യിലുള്ളതോട് കളയല്ലേ. പോടാ. ഓക്കെ ഓക്കെ. ആ പറ. ഒരുപാട് നാളായി ചേച്ചി ഹെഡ് നേഴ്സ് പോസ്റ്റിങ്ങിന് വേണ്ടിട്ട് ട്രൈ ചെയ്തോണ്ടിരിക്കണതേ. ചേച്ചി 2 ദിവസം മുമ്പ് ഇന്റർവ്യൂവിന് പോയപ്പോ ഡീൻ എന്താണെന്നറിയോ പറഞ്ഞത്? ഒരുപാട് ആൾക്കാർ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ എന്തിനാ നിനക്ക് തരുന്നതെന്ന് വെച്ചാ നീ നല്ല ജോലി ചെയ്യും. നിന്നെ ഞാൻ ഹെഡ് നൈറ്റ്സ് ആക്കണമെങ്കിൽ 3.5 lakhs. ഒരു ദിവസം കഴിഞ്ഞ ഉടനെ പ്രൊമോഷൻ കിട്ടും. അയ്യോ സാറേ, എന്റെ കയ്യിൽ അത്രയും കാശ്. നിനക്ക് മാത്രമേ ഉള്ളൂ ഈ കൺസെഷൻ, മനസ്സിലായോ? പൈസ തന്നാ നിന്റെ ജോലി പെർമനന്റ് ആകും. ഓക്കെ മാലിനി, എന്താണ് ചെയ്യേണ്ടെന്നൊരു പിടിയും കിട്ടണല്ലോ. ആരുടെ അടുത്ത് ചോദിച്ചിട്ടും ആരും ഒന്ന് സഹായിക്കണല്ലോ. അതാണ് ചേച്ചിക്ക് ആകെ ടെൻഷൻ. വെറുതെ ഇരി. അവള് പറഞ്ഞതൊന്നും നിങ്ങൾ കാര്യാക്കണ്ട. എന്താ ഇത്? അങ്ങനെയാണ് എന്നെ കണ്ടത്? 3 ലക്ഷം രൂപ അത്രയല്ലേ ഉള്ളൂ. ഞാൻ തരാം. ചീകള് കേസല്ലേ? 2 മണിക്കൂർ സമയം എന്താ? നിങ്ങളുടെ ഹോസ്റ്റലിൽ ഞാൻ എത്തിക്കാം. ഒരു തടസ്സവുമില്ല ഇയാളുടെ ജോലിക്ക്. അയ്യോ വേണ്ട, ദൈവം ഏത് പറയുന്ന കേക്ക്, ഞാൻ നോക്കിക്കോളാം. പ്രേമത്തിന് ഇതൊക്കെ സാധാരണ കാര്യമല്ലേ? എന്താ പറഞ്ഞതില് എന്തെങ്കിലും തെറ്റുണ്ടോ? 2 പേര് തമ്മിൽ ഇഷ്ടമാകുമ്പോ ഇയാളുടെ പ്രശ്നം എന്റെയും പ്രശ്നമല്ലേ? പിന്നെ പ്രേമത്തിന് എന്താ അർത്ഥം? അതുകൊണ്ട് ഇതൊന്ന് തുറന്നു നോക്കൂ. വാങ്ങിക്കൂ. ചേച്ചി വന്നിട്ടോ? അയ്യോ പോയല്ലോ. ചത്തു ജീവിച്ചവനല്ലേ, അതുകൊണ്ടാണ് നിനക്ക് പ്രേതത്തെ കാണാൻ കഴിയുന്നത്. ഇതെല്ലാം ഒരു വരമാണ്. ആർക്ക് വരം? വരം. സ്വാമി, ഇല്ല എനിക്ക് വേണ്ട. പ്രേതത്തിനെ കാണുന്നത് വരമാണെന്ന്. ആ അധികാരം എനിക്കില്ലടാ. ആരാണോ കൊടുത്തത് അവനായിരിക്കും. അത് പ്രേതാത്മാവാണെങ്കിലും നിന്നെ ഒന്നും ചെയ്യില്ല. അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാതെ തന്നെ പോയിക്കോളൂ. സാധിച്ചു കൊടുക്കണമെന്നോ? അതുങ്ങൾക്കോ? വിട്ടാ ഞങ്ങളെ തന്നെ കൊന്നുകളയും. എന്നെ ഞാനില്ല. കാണുമ്പോൾ തന്നെ പേടി തോന്നും. വലിയ വലിയ അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടു വന്നവനാ നീ. ഇവരെ കണ്ട് എന്തിനു ഭയക്കണം നീ? കല്ലിനെ കല്ലായിട്ട് കണ്ടാൽ കല്ലായിട്ട് തോന്നും. അത് അമ്പലത്തിനുള്ളിൽ കണ്ടാലോ ദൈവം. മനസ്സാണു കാരണം എല്ലാത്തിനും. ഭയത്തോടെ കണ്ടാൽ പ്രേതമായി തോന്നും. സാധാരണയായിട്ട് കാണ് മനുഷ്യരായി തോന്നും. മനസ്സ് ദൃഢപ്പെടുത്തുകയാണ് വേണ്ടത്. എല്ലാം ശരിയാകും, പേടിക്കണ്ട. ആരാ? സുഹൃത്താണോ? അതെ. നന്നായി ശ്രദ്ധിച്ചു കൊള്ളണം. നീ ഒരുപാട് കാണുവാനുണ്ട്. നന്നായി വരും. നന്നായി വരും. മാസേ എന്താ പറയുന്നേ? ഒന്നുമില്ലടാ, ചുമ്മാ വേറെ പണിയില്ല. മനസ്സ് ദൃഢപ്പെടുത്തുകയാണ് വേണ്ടത്. ഒരു ചുമന്ന ടീഷർട്ട് ഇട്ട് ആരെങ്കിലും കണ്ടായിരുന്നോ? ചുവന്ന ടീഷർട്ട് ഇട്ട് ആരെങ്കിലും കണ്ടായിരുന്നോ? നീ എവിടെ പോയി തപ്പാനവനെ? പോയെന്നാ പറഞ്ഞത്. ഇനി എങ്ങോട്ട് പോയെന്ന് ആർക്കറിയാം. ജെറ്റേ, എന്താ? എല്ലാത്തിനും നമ്മുടെ മനസ്സാ കാരണം. സാർ പ്ലീസ് സാർ, എന്റെ ഫോണും പേഴ്സും കാണുന്നില്ല. എന്റെ മോള് മേടിച്ചെന്ന ഫോണാണ് സാർ. 35,000 രൂപയുടെ ഫോൺ. സാർ ചിലപ്പോ കാറിനകത്ത് വെച്ച് കാണും. വാ നമുക്കൊന്ന് പോയി നോക്കാം. എല്ലാരെയും കണ്ടിട്ട് മനുഷ്യന്മാരായിട്ട് തന്നെ തോന്നുന്നേ. നേരാടാ, എനിക്കും അതുപോലെ തോന്നുന്നത്. എടാ ഭയങ്കര. ആരുടെ ഫോണാ? പിറുവിറുത്തോണ്ട് പോകുന്നില്ലേ? അയാളുടെ ഫോണാ. എടാ പേഴ്സ് കൊടുത്തോ? എടുക്കാതെ നിന്റെ അപ്പന്റെ ഹോട്ടലാണോ? ആര് ബില്ലടയ്ക്കും? ഓക്കെ ഓക്കെ ഓക്കെ. അല്ല ഇതിന് മനുഷ്യനേതാ പ്രേതം ഏതാന്ന് എങ്ങനെ കണ്ടുപിടിക്കുന്നേ? ഞാനൊരു ഇംഗ്ലീഷ് പടത്തിൽ കണ്ടിട്ടുണ്ട്. പ്രേതങ്ങൾ ക്യാമറയിൽ പതിയില്ല. ഓ, നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതൊന്ന് ചെയ്ത് നോക്കാം. മാസേ, നിന്റെ ബാക്ക് സൈഡിൽ പച്ച കളർ ഷർട്ട് കണ്ടിട്ട് പ്രേതത്തിനെ പോലെ തന്നെ ഉണ്ട്. അവന്റെ ഫോട്ടോ എടുക്ക്. എടാ നേരാടാ, പച്ചക്കളർ മനുഷ്യൻ തന്നെ. ഓ, വെള്ള കളറാടാ പ്രേതം. ക്യാമറയിൽ പതിയുന്നില്ല. കൊള്ളാലോ, മനുഷ്യനേക്കാളും പ്രേതമാണല്ലോ ഡീസന്റ്. ഈ കാര്യം പുറത്തു പറഞ്ഞാലൊന്നും ആരും വിശ്വസിക്കില്ല അല്ലേ? ആര് വിശ്വസിക്കാനാ? നമുക്ക് വട്ടാന്നേ പറയത്തുള്ളൂ എല്ലാം. അനങ്ങാതിരിക്കെ. ഓക്കെ. അവിടെ ഒരു സ്ത്രീ ഇരുന്ന് നോക്കുന്നുണ്ട്. അനങ്ങാതിരുന്നു. ഓക്കെടാ. റെഡി? ഒരു മിനിറ്റ് എടാ. സ്മൈൽ. ഓക്കെ അല്ലേ?
മാസേ എടാ മാസേ ഞാൻ മരിച്ചുപോയോ? എടാ ഒന്ന് പറയടാ. ആ. എന്തിനാടാ? ഇത്ര നാളായിട്ട് ഞാൻ കഷ്ടപ്പെട്ടോണ്ടിരിക്കുക. നീ മൈൻഡ് ചെയ്യാതെ കുടിച്ചോണ്ടിരിക്കുവാണല്ലോ. ഒന്നും മനസ്സിലാവുന്നില്ലടാ. എന്തോ ഒരു ശൂന്യത പോലെ. ശരി, ഒരു ഹാഫ് ഇങ്ങ് കൊണ്ടുപോവാ. നീ ഭാഗ്യം ചെയ്തവനാടാ. ഇനി മുതൽ നീ കുടിക്കണ്ട, സിഗരറ്റ് വലിക്കണ്ട, കുളിക്കാൻ വേണ്ട. എന്തൊരു ജീവിതമാടാ നിന്റെ. ഒരു പ്രശ്നം അറിയാതെ എന്തൊരു സന്തോഷത്തിൽ ജീവിക്കുന്നത്. ഇവനെന്താ തന്നെ സംസാരിക്കുന്നത്? മരിച്ച ഒരാളോടാണോ ഇങ്ങനെ സംസാരിക്കേണ്ടത്? നിനക്കൊന്നും ഒരു വിഷമവും ഇല്ലടാ. ഏടാ, നീ അതിന് മരിച്ചു പോയതുപോലെ ഇല്ലല്ലോ. ഇപ്പോ നീ എൻ്റെ അടുത്തില്ലെന്ന് വെച്ചോ, എനിക്ക് അതുപോലല്ലേ തോന്നൂ. അതിന് നീ എൻ്റെ നേരെ കുത്തിയിരിക്കുമല്ലേ, അതിന് ഞാനെന്തിനു വിഷമിക്കണം? എന്നാലും കുടിക്കാൻ പറ്റില്ലല്ലോ. മാസ മരിച്ചു പോയവർക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കില്ലേ? അതുപോലെ തന്നെ എനിക്കും വെള്ളവും സൈഡ് ഡിഷും എല്ലാം തരാലോ. തിന്ന്, തിന്നാൻ. നീ ചോദിച്ചതല്ലേ, തിന്നാൻ. നിനക്ക് ഈ ഗ്ലാസ്സിലിരിക്കുന്നത് കുടിക്കാൻ പറ്റുന്നില്ല, പോരാഞ്ഞിട്ട് അവന് കിള്ളി വെക്കണമെന്ന്. ഇതിനേക്കാളും ഹൈലൈറ്റ് എന്താന്ന് വെച്ചാ, ഇവൻ ഒരു പ്രേതം, എന്നിട്ട് മറ്റു പ്രേതങ്ങളെ പേടിക്കുന്നു. എടാ, അവരെല്ലാം കണ്ട ക്രൂരമായ പ്രേതത്തിനെ പോലെ. ആരും എന്നെ പോലെ ഫെയർ ആൻഡ് ഹാൻഡ്സം ആയിട്ടില്ലല്ലോടാ. അവൻ ഏത് സാധനമാണോ അടിക്കുന്നത് ആ സാധനം എനിക്ക് കൊണ്ടുപോടാ. ശരി സാർ. രാത്രിയായ പിന്നെ നായ്ക്കടെ ശല്യമാ. മാസേ അങ്ങോട്ട് നോക്കിയടാ. നോക്ക്, കാറിന്റെ ഡിക്കിയില് 2 പ്രേതം. എടാ, പ്രേതങ്ങളെ കണ്ടാ നായിട്ട് ഓടിക്കുന്നത്. നായയുടെ കണ്ണിന് ഞങ്ങളെ കാണാൻ പറ്റുമല്ലേ? അതുകൊണ്ടായി രാത്രി നായ്ക്കൾ ഓടിക്കുന്നതല്ലേ. ഇത്രയും നാളും നായി നമ്മളെ ഓടിക്കുന്നത് കരുതിയേ, പക്ഷെ കൂടെ വരുന്ന പ്രേതങ്ങളെ ഓടിക്കുന്നത് മച്ചു. ഇതെങ്ങാനും ജനങ്ങൾ അറിഞ്ഞാ പിന്നെ തീർന്നത് തന്നെ. എന്ത് ചെയ്യാനാ, രാത്രി ഒരുത്തിനും വീട്ടിൽ നിന്ന് ഇറങ്ങത്തില്ല. സെക്കൻഡ് ഷോ കഴിഞ്ഞു വരുന്നുണ്ട്, കഥ തീർന്നു. എന്തായാലും നന്നായിരിക്കും. എടാ, എന്താടാ കണ്ടിട്ട് മാലിന്യെ പോലെ ഉണ്ടല്ലേ? അല്ല, ഇതെന്താ ഈ സമയത്ത് ഇതിലെ കൂടെ? എന്താ? അല്ല, നിങ്ങൾക്ക് വേണ്ടി ഞാൻ വീട്ടിന്റെ അടുത്ത് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. നിങ്ങൾ വരാൻ താമസിക്കുമെന്ന് കരുതി ഞങ്ങൾ പോവായിരുന്നു. ഓ, അല്പം ഫിറ്റ്. സോറി, ചെറുതായിട്ടൊന്ന്. അതൊന്നും സാരമില്ല. നിങ്ങളുടെ കൂട്ടുകാരന്റെ മരണം നഷ്ടമായെന്നറിയാം, മനസ്സിലാവുന്നുണ്ട്. ഒരു ഫ്രണ്ട്. അയ്യോ, കരയരുത് പ്ലീസ്. എന്തിനാ കരയുന്നത്? എടാ മാസേ, എടാ ഇത്ര നേരമില്ലാത്ത വിഷമം നിനക്ക് എവിടെ നിന്ന് വന്നേ? എടാ എന്റെ കെട്ടിപ്പിടിച്ചല്ലോ. എടാ 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 കുറച്ചു നേരം മുമ്പല്ലടാ ഒരു വിഷമം ഇല്ലെന്ന് പറഞ്ഞേ. പറയുന്ന കേക്ക്. അതെ, കരയരുത്, ഞങ്ങളൊക്കെ ഇല്ലേ, ഞാനുണ്ടെന്നേ. സോറി മാലിനി, ഇപ്പൊ എന്താ പറഞ്ഞേ? ഞാൻ കേട്ടില്ല. ഞാനുണ്ടെന്നാ പറഞ്ഞേ. നേരാണോ? ഒരുപക്ഷെ നമ്മളെ രണ്ടുപേരെയും ഒന്നിപ്പിക്കാനായിരിക്കും ജെറ്റ് മേളിലേക്ക് പോയത് അല്ലേ? മുകളിൽ എന്താടാ, ഞാൻ താഴെയല്ലേ നിൽക്കുന്നേ. ഇപ്പൊ ജെറ്റ് നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സന്തോഷമായെന്നറിയാം. അടുത്തല്ലേ നിൽക്കുന്നേ. ഓടാ ജെറ്റേ, ഞാൻ സന്തോഷിക്കുവാണ് ഇപ്പൊ. വേണ്ടടാ. എന്നാ ഞങ്ങൾ വരട്ടെ. നാളെ നമുക്ക് ആശുപത്രി വെച്ച് കാണാം. വേറൊരു കാര്യം ചേട്ടാ, ചേച്ചി ഇപ്പൊ ആശുപത്രിയിലൊന്നും വരാറില്ല. എന്താ എന്താ എന്ത് പറ്റി? അല്ല, അന്ന് പറഞ്ഞിരുന്നില്ലേ ഡീൻ പ്ലേസ്മെന്റ് വേണ്ടിട്ട് കൈക്കൂലി ചോദിച്ചത്. ചേട്ടൻ തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ചേട്ടനെ പിന്നെ കാശുകൊണ്ട് വന്നതാ. വിചാരിക്കലടാ. എത്ര ആണെന്നാ പറഞ്ഞേ? 3.5 ലക്ഷം. 3.5 ലക്ഷം രൂപ. അതിനെന്താ, തരാം. ഒരു 2 days ടൈം നമുക്ക് കൊടുക്കാം. വേണ്ട, സാരമില്ലെന്നേ, ഒരുപാട് ബുദ്ധിമുട്ട്. അല്ലല്ല, ഞാൻ തരാം. പിന്നെ അത് ഈസിയല്ലേ. സൂക്ഷിക്കണേ.
ഞങ്ങൾ പോവാ. അടുത്ത കാശ് റെഡി ആക്കിയോ? കാശ് മേടിക്കാൻ വന്നാടാ. എന്താ ചെയ്യാൻ പോകുന്നേ? 3.5 ലക്ഷം 2 ദിവസം മാത്രം. ബാങ്കിൽ ലോൺ ചോദിക്കാൻ പോവാണോടാ? അത് ബൈക്ക് വിൽക്കാനോ? ബൈക്ക് വിറ്റിട്ട് ബാക്കിക്ക് ബോണ്ട കഴിക്കാം. എന്താ പറയടാ? പറ്റത്തില്ലെന്ന് പറടാ. അയ്യോ എന്റെ മാസേ, ഐ തിങ്ക് ഇറ്റ്സ് ഇംപോസിബിൾ. എന്തു പറ്റി? എന്തിനാ ചിരിക്കുന്നേ? ഐഡിയ കിട്ടിയോടാ? ഐഡിയ ആണോടാ മാസേ? കൊള്ളാലേ. ഇവന്മാരോടെ പോയി അവിടെ തന്നെ എന്ത് കാണിക്കോടോ? ധ്യാനം ചെയ്യുന്നു, ധ്യാനം. ഓംകാരുനാഥാന സൗന്ദാന മൗഗാനമേ. സൂപ്പർ സൂപ്പർ, വെരി നൈസ്. വാ വാ, കൂട്ടപ്പാടത്തിൽ നടത്താം. വാ. ഓക്കേ. എടോ എന്താ ചെയ്യുന്നത്? ഇതെല്ലാം കഴിച്ചിട്ട് ഒത്തിരി നാളായി. വെറുതെ തമാശ കാണിക്കാതെ വാ. അയ്യേ, എന്താ? എന്തിനാ എല്ലാരെയും വിളിച്ചത്? വേറെ ആരാണ് അകത്തുള്ളേ? വേറെ ആരുമില്ല മാസേ. എന്താ അത്രേ ഉള്ളോ? ഇപ്പൊ ഇത്രേ ഉള്ളൂ. എന്തിനാണ് ഇത്രയ്ക്കും പത്രാസ്? ഇങ്ങനൊക്കെ ചെയ്താലേ നിന്നോട് റെസ്പെക്ട് ഉണ്ടാവും. ദേ ഒരു കാര്യം, നിങ്ങൾ എല്ലാരും എന്തിനാ എന്റെ പുറകെ ചുറ്റി നടക്കുന്നതെന്നറിയാം. നിങ്ങൾക്കെല്ലാം നിറവേറാത്ത ആഗ്രഹമുണ്ട്. അതെല്ലാം ഞാൻ കാരണം നിറവേറ്റാമെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നേ? നേരല്ലേ? അല്ലേ? ഓരോരുത്തരുടെ ആഗ്രഹം എന്താണെന്നറിഞ്ഞിട്ട് അത് നമുക്ക് ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് സഹായം ചെയ്താൽ എനിക്ക് എന്താണ് കിട്ടുന്നത്? പുണ്യം കിട്ടും മോനെ. പുണ്യം കിട്ടുന്നതാ. ആവശ്യമായിരുന്നു. വല്യച്ഛ, ഈ പുണ്യം കൊണ്ട് ഞാനെന്ന് എടുക്കാനാ? ഒരു കാര്യം കേട്ടോ, നിങ്ങൾക്ക് തുണിമണിയും ആഹാരം കാശും ഒന്നും വേണ്ടല്ലോ. പക്ഷെ ഞാൻ എങ്ങനെയാണോ, 3 നേരം ആഹാരം വേണം, ഇടാൻ നല്ല തുണി വേണം, വീട്ടുവാടക കൊടുക്കണ്ടേ? എങ്ങോട്ട് തിരിഞ്ഞാലും എനിക്ക് ഒരുപാട് ശത്രുക്കളാ. അതിന്റെ ഇടയ്ക്ക് പുതിയ ലവ് സ്റ്റോറി. ഈ ലവ് എന്നൊക്കെ പറഞ്ഞാൽ ചെലവ് എത്ര മാത്രമാണെന്ന് അറിയാവോ നിങ്ങൾക്ക്? അതുകൊണ്ട് ആദ്യം നിങ്ങൾ എന്നെ സഹായിക്ക്. അതിനുശേഷം ആർക്കൊക്കെ എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ ഞാൻ ചെയ്തു ഫോർ ഡീൽ. ഞങ്ങൾ ചെയ്തിട്ട് മതി. എന്താണ് ആ സെയിൽസ് റപ്പ്? Yes, Blackie. നീ എന്തിനാ അവന് വേണ്ടി വക്കാലത്ത് വായിച്ചോണ്ടിരിക്കുന്നത്? അല്ല, നമ്മൾ അയാളോട് സഹായം ചോദിച്ചാ അയാൾ നമ്മളോട് സഹായം ചോദിക്കുന്നു. ഇതിങ്ങനെ പോയ അതോടെ പോയി പോയി. എടാ, നീ എന്തോ അവന്റെ കൂടെ ചേർന്ന് ഞങ്ങളെ കളിയാക്കൊണ്ടിരിക്കുന്നത്? ചിന്ന, അദ്ദേഹം നമ്മളെ സഹായിക്കാന്ന് പറഞ്ഞതല്ലേ? എന്തോന്ന് ചിന്ന, എന്ത് സഹായം ചെയ്യുമെന്നാ പറഞ്ഞത്? യെസ്, അക്കോർഡിംഗ് ടു ഹ്യൂമൻ റൈറ്റ്സ് 407. എന്താ ഇത്? നിങ്ങൾക്ക് വേണ്ടി കൂടിയല്ലേ പറയുന്നേ? ചുമ്മാ കരഞ്ഞോണ്ടിരിക്കുക, ചുമ്മാ തരി. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞേ. എന്തോന്ന് ചെയ്ത് തൊലയ്ക്ക് വന്നാ? ഓ, അപ്പൊ എന്റെ തലയെ കൊണ്ട് കുറ്റ വിടുക. എന്താ പറയുന്നത് കണ്ടില്ലേ? ഒന്ന് മിണ്ടായിരിക്കുന്നുണ്ടോ? എന്തോ പാവല്ലേ പൊക്കോട്ടെ എന്ന് വെച്ചാ എന്റെ തലേ കയറി നിരങ്ങുമല്ലേ? നിങ്ങളെ കൊണ്ടൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയുന്ന പോലെ നിങ്ങൾ എന്നെ സഹായിച്ചാ നിങ്ങളെ ഞാൻ സഹായിക്കും. അല്ലെങ്കിൽ ഉണ്ടല്ലോ വിട്ടോ, സ്ഥലം കാലിയാക്കാൻ. പോകാൻ പറയണം, എല്ലാത്തിനോടും പോകാൻ പറയാം. ദേഷ്യപ്പെടുന്നേ. ഇതേ നോക്ക്, മാസം നിങ്ങളെ സഹായിക്കുന്ന വിശ്വാസമുള്ളവര് ഈ സൈഡില് നോക്ക്. വലിഞ്ഞു കയറിച്ചെല്ലുന്ന നാണക്കെട്ടവൻ. സാറേ പേരെന്താ? ശ്രീകുമാർ. ഈ സാറിനെ പോലെ ഈ സൈഡിലോട്ട് വരണം. കം ഓൺ ഗയ്സ്, എന്തുമാത്രം റിക്വസ്റ്റ് ചെയ്താ വിളിക്കുന്നേ? പ്ലീസ് കം. വാ വാന്ന്. പോകല്ലേ മടിക്കാതെ വാ. പോകല്ലേ, പോയാ കുളവാകുവേ. മക്കളെ, നമ്മൾക്ക് എല്ലാവർക്കും സഹായം ആവശ്യമല്ലേ? അതിനു വേണ്ടിയല്ലേ ഇത്രയും നാൾ ക്ഷമിച്ചത്? എന്തിനാ ഇങ്ങനെ മടിച്ചു നിൽക്കുന്നത്? ആ നീലകണ്ഠ മഹേശ്വരൻ നമുക്ക് വേണ്ടി ഇയാളെ അയച്ചിരിക്കുവാ. വന്നാട്ടെ, എല്ലാവരും വന്നാട്ടെ. ഇങ്ങോട്ട് നോക്ക കാരണവരെ, നിങ്ങൾ പറയുന്നോണ്ട് വേണം ഞങ്ങൾ വരാം. പക്ഷേ അവരെല്ലാം പറഞ്ഞിട്ട് ചതിക്കരുത്. അതെ, ചതിക്കുന്ന പണിയൊന്നും എന്റെ ജീവിതത്തിലില്ല കേട്ടോ. മോനെ, ഞങ്ങളിപ്പോ എന്താ ചെയ്യണ്ടേ? എന്ത് ചെയ്യണ്ടെന്നോ? Hi, Doc. My name is Casper. Can I? I might as well be dead. കഴിക്കാനെന്താ? എന്തോന്ന് റെഡിയാണെന്ന് വെച്ചിട്ട് വയ്യ. എത്ര നേരമായി റെഡിയായി എന്ന് പറയുന്നത്? കുളിച്ചിട്ട് കുറെ നേരമായി ഇവിടെ ഇരിക്കുക. യൂസ്ലെസ് ഫെലോ. എന്താ ശബ്ദം? വെച്ചെന്ന് ജീവൻ പോകാൻ പോയി. അച്ഛാ, റാങ്ക് കാർഡ് ഇതാ. കഴിഞ്ഞു. ഓഹോ, സൂപ്പർ. 3-0.
വെരി ഗുഡ്. ഐ ലവ് യു മോനെ. ആ കണ്ണാടി ഒന്ന് മാറ്റിക്കേ. 3 0, 1 0, 2 0, മൂന്നാമത് 0 എങ്ങനെയായിട്ടെ? ഇങ്ങനെയാണോടാ? നിന്റെ കൈവീന്ന് ഞാൻ എന്റെ അമ്മേ, ഇതാരാണോ? ഇതാരുടെ നമ്പറാന്ന് അറിയില്ലല്ലോ. ഫോൺ ചെയ്യട ഈ നമ്പറിലേക്ക്. ഈ വീടിന്റെ ഉടമസ്ഥൻ എവിടെയുണ്ടോ? ഞാനാണ് ഓണർ. ഇതെന്താ ഈ ഒരു കോലത്തിലിരിക്കുന്നത്? സാറേ, അകത്ത് TV എല്ലാം ചാടുന്നു സാറേ. ഷെൽഫിലിരുന്ന് പുസ്തകമെല്ലാം താഴെ വീഴുന്നു, പാത്രം പറന്നു പോകും. നാമില്ലേ, ഭയപ്പെടേണ്ട. ആ ശരി സാർ, അകത്തേക്ക് വരൂ. TV അനങ്ങിയോ? അതെ സാറേ. ബോസ്, ഞാനാ. ഒരേ ഒരു തെള്ളു. പാത്രം കിടന്ന് കുലുങ്ങിയോ? അതെ, വല്ലതും കഴിക്കാന്ന് വിചാരിച്ചപ്പോ എല്ലാം പറന്നു പോയി. അതിന് കാരണം ഞാൻ തന്നെ. ആക്ച്വലി ഐഡിയ ശരിക്കും പറഞ്ഞ ആ ചെറിയ പാവകൾ എടുത്തെറിഞ്ഞൊക്കെ ഞാനാ. അതിനുശേഷം ഇയാൾക്ക് ശരിക്കും പേടി വന്നത്. എനിക്ക് വയസ്സായത് കൊണ്ട് ഒന്നും എടുത്തെറിയാൻ പറ്റിയില്ല. അല്ലെങ്കിൽ തന്നെ എനിക്ക് നെഞ്ച്. താൻ ഇതിന് നേരത്തെ തന്നെ ചത്തതല്ലേ? നെഞ്ച് പൊട്ടുന്നെന്ന് പറഞ്ഞ അവന്റെ വയസ്സിൽ മൂത്തയാളായാള് അയാളോട് മര്യാദ ഇല്ലാതെ സംസാരിക്കുന്നു. ഞങ്ങൾ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്തു കഴിഞ്ഞു. നിങ്ങൾ ഞങ്ങൾക്ക് എന്തോ ചെയ്യണോ അതാദ്യം ചെയ്യേ. നിങ്ങളുടെ വീട്ടില് ധാരാളം ആത്മാക്കളുണ്ട്. എന്താ പറഞ്ഞത്? ആഹാ, സൂപ്പർ ആയിട്ടുണ്ട്. നമ്മുടെ കാര്യം പറയുന്നേ. അതിന് കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതെ സാർ. ഇതിനെന്താണ് സാർ പരിഹാരം? 5 ലക്ഷം. 5 lakhs? ഇറ്റ് ഈസ് ടു മച്ച് സാർ. ചോദിച്ചത് കൊടുക്കുന്നേ, ഒന്നും മിണ്ടാതിരിക്കേ. നിങ്ങൾക്ക് കാശ് ഞാൻ തരാം. ചെലവായാലും സാരമില്ല. മാത്രം പറഞ്ഞാ മതി. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ പൂജാമുറിയിൽ നക്ഷത്രം വരച്ച് കളറുകൾ തൂകുക, മുരിങ്ങയ്ക്ക കൊണ്ട് ചതുരമുണ്ടാക്കുക, നടുവിലൊരു ചപ്പാത്തി കമ്പ്. നാം പുറത്തു നിന്ന് ചെയ്യുന്ന പൂജ കൊണ്ട് ആ ചപ്പാത്തി കമ്പ് മുരിങ്ങയ്ക്കായ മറികടന്നാൽ വീടിനുള്ളിലുള്ള ആത്മാക്കൾ ഇല്ലാതാവും. ഓ, അടിപൊളി പീസാണല്ലോടെ. മാസേ, കുറെ സമയം ആവോ? എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? മതി, വേഗവും തീർക്ക്. മതി എന്ന് പറഞ്ഞു. ഓക്കെ. പതുക്കെ. പതുക്കെ. ഇതെല്ലാം നിങ്ങൾക്കുള്ള, ഞാൻ തരാം. ഇനി ഈ വീട്ടിൽ ആത്മാക്കളുടെ ശല്യം ഉണ്ടാവില്ല. നിങ്ങളുടെ മകന്റെ റിപ്പോർട്ട് കാർഡിൽ സൈൻ ചെയ്തിട്ടുണ്ട്. മതിയോടാ?